ഹലോ ഗൈസ്, നമ്മളെല്ലാവരും ഡെയിലി ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. കഴിഞ്ഞാൽ അങ്ങ് ട്യൂബ് കളയാറായിരിക്കും പതിവ്. ഇനി കളയരുത്, അത് വെച്ച് അടിപൊളി ഹോം ഡെക്കേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ട്യൂബിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കരിയും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത ഒരു ട്യൂബിൻ്റെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒന്ന് മോൾഡിറ്റിൻ്റെ ക്ലേ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് ഒന്ന് സ്മൂത്താക്കി ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നിങ്ങളുടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നൈഫ് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഈ ഒരു ഫേസ് വാഷിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് ക്യൂട്ടായിട്ടുള്ള ബോഹോ ഡെക്കേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫേസ് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ഏരിയ കണ്ണിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് ക്ലേ എടുത്ത് ഒന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ നോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കുകയാണ്. ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൂക്കൊന്ന് ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് കണ്ണിൻ്റെ ഏരിയ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ആ ഒരു ഏരിയ നല്ല ഷേപ്പ് ആക്കാനായിട്ട് നമ്മുടെ തം ഫിംഗർ ഉപയോഗിച്ച് ഇതുപോലെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മളെ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എൻ്റെ ഏരിയ ചെയ്തത് ഇത്തിരി ജസ്റ്റ് ഒന്ന് വളഞ്ഞു വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നൈഫ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത് ടൂളായിട്ട്. ബാക്കി മൊത്തം നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു ലിപ്പിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ലിപ്പിൻ്റെ ഷേപ്പിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ നൈഫും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലിപ്പിൻ്റെ ഒരു പോർഷൻ ചെയ്യുന്നത്. ഇതുപോലെ ലിപ്പിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് ആക്കിയ ശേഷം ഇതുപോലെ ഒരു മിഡിൽ പോർഷൻ നൈഫ് ഉപയോഗിച്ച് ചെറിയൊരു കട്ടിങ് കൊടുത്ത് ആ ഒരു തുമ്പ് പോർഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഫേസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു ഫേസും കൂടെ ചെയ്യുന്ന കാണിക്കുക. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഫേസ് വാഷിൻ്റെ ട്യൂബ് എടുത്ത ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒന്ന് ക്ലേ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നൈഫ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഒരു കണ്ണിൻ്റെ ഏരിയ ആണ് കേട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് അനുസരിച്ചിട്ട് ഫേസിലെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ 2-3 വെറൈറ്റിയിലുള്ള ഫേസൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഫേസിനെ ഇങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഒരു ചെറിയ ചേഞ്ചസ് മാത്രമേ ഈ ഒരു ഫേസ് ചെയ്യുന്നതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ഏരിയ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്ത ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ നോസ് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുത്ത് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ജോയിൻറ്റ് മാർക്കൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്യുമ്പോൾ ആ ഒരു മാർക്കൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ നോസിങ് കണ്ട് ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടുപിടി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ നോസ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ കൈ കൊണ്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ തം ഫിംഗർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മുകളിലോട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വളച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ക്ലേ എടുത്ത ശേഷം കണ്ണിൻ്റെ ഷേപ്പിലോട്ടാക്കി ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഫേസിലെ കണ്ണിൻ്റെ ആ ഷേപ്പിൽ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. കണ്ണിൻ്റെ ആ ഒരു ഏരിയ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ ഷേപ്പ് നന്നായിട്ട് ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിഡിലായിട്ട്. അപ്പോൾ നമ്മുടെ കണ്ണും മൂക്കൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചുണ്ടിൻ്റെ പോർഷൻ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്ലേ ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ആ ഒരു ലിപ്പിൻ്റെ ഷേപ്പിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ലിപ്പ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത്. ലിപ്പിൻ്റെ ഒരു ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നൈഫിൻ്റെ ഒരു തുമ്പ് പോർഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മുകളിലോട്ടൊന്ന് പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, മുകളിലോട്ടും തരോട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ 2 ഫേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ക്ലേ ഒന്ന് ഡ്രൈ ആയ ശേഷം ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക. അപ്പം നമ്മൾ രണ്ടാമത് ചെയ്ത ഫേസിനൊരു ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ഫേസിനൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് കൊടുക്കാം. ഏത് കളേഴ്സ് കൊടുത്താലും ഒരു 2 കോട്ടെങ്കിലും കൊടുത്താലേ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമ്മളെല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരായിരിക്കും. യൂസ് ചെയ്ത് കളയുന്ന ട്യൂബ് കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോപ്പീസ് ആയിട്ടില്ലേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫൈനലിലേക്ക് ഇഷ്ടപ്പെടുന്ന ഹാർട്ടും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.